ബാറ്റിംഗ് നിരയാണ് ലക്നൌവിന്റെ ഏറ്റവും വലിയ കരുത്ത്. എയ്ഡൻ മാർക്രം, മിച്ചൽ മാർഷ്, ജോഷ് ഇംഗ്ലീഷ്, നായകൻ ഋഷഭ് പന്ത്, നിക്കോളസ് പൂരൻ എന്നിവരടങ്ങുന്ന ടോപ്പ് ഓർഡർ ഏത് ബൗളിംഗ് നിരയെയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. പന്തിന്റെ നേതൃപാടവും പൂരന്റെ ഫോമും ടീമിന് മുതൽക്കൂട്ടാകും. ബൗളിംഗിലേക്ക് വന്നാൽ മുഹമ്മദ് ഷമിയുടെ അനുഭവ സമ്പത്തും മായങ്ക് യാദവിന്റെ അതിവേഗ പന്തുകളും ലക്നൌവിന് കൂടുതൽ മൂർച്ച നൽകുന്നു. എന്നാൽ ഈ കരുത്തറ്റ നിരക്കിടയിലും ചില ആശങ്കകൾ ലക്നൌവിനെ അലട്ടുന്നുണ്ട്. ഡേവിഡ് മില്ലറെ ഒഴിവാക്കിയതോടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഫിനിഷറുടെ അഭാവം ടീമിലുണ്ട്. ആയുഷ് ബദോനി, അബ്ദുൾ സമദ് എന്നിവർക്ക് ഈ റോൾ എത്രത്തോളം ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നത് കണ്ടറിയണം. സ്പിൻ വിഭാഗം താരതമ്യേന ദുർബലമാണെന്നതും പരിക്ക് സാധ്യതയുള്ള താരങ്ങൾ ടീമിലുണ്ട് എന്നതും ലക്നൌവിന് വെല്ലുവിളിയാണ്. വാനിന്ദു ഹസരംഗയുടെ വരവ് ടീമിന് വലിയ ബാലൻസ് നൽകുന്നുണ്ട്. തുടക്കം മുതൽ ആധിപത്യം പുലർത്താൻ സാധിച്ചാൽ ഇക്കുറി ലക്നൌവിന് തങ്ങളുടെ കന്നി കിരീടത്തിലേക്ക് ദൂരമേറെ ഉണ്ടാകില്ല. ഋഷഭ് പന്തിന് കീഴിൽ ലക്നൌവിന്റെ ബോൾഡ് ആൻഡ് ഡേഞ്ചറസ് സംഘം കിരീടമുയർത്തുമോ എന്ന് കാത്തിരുന്നു കാണാം.